ഇന്ന് രാവിലെ നമ്മൾ ഹണിയേയും കൊണ്ടൊന്ന് പുറത്തിറങ്ങി. അപ്പം ഞാനും ഹണിയും മാളവും കൂടിയിട്ടാണ് പുറത്തിറങ്ങിയിട്ട്. അപ്പം ഹണിക്ക് ചിക്കൻ മേടിക്കണം, പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവളെയും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഇങ്ങനെ റോട്ടിൽ കൂടെ എല്ലാ സ്ഥലത്തും മണത്ത് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മാളുവാണ് ക്യാമറ പിടിക്കുന്നത് കേട്ടോ. മാളിപ്പോൾ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ കയറി മാളു അങ്ങ് പോകും. അപ്പോൾ ഇതേ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നിന്ന് ഓരോന്നൊക്കെ മണത്ത് ആലോചിച്ച് അങ്ങനെയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഹണിക്കുട്ടി വരിക. അപ്പോൾ അതേ ഇപ്പം മാള് പിടിക്കുന്നുണ്ട്. അതേ ഇപ്പോൾ സ്കൂളിലേക്ക് പോണ വഴിയായതുകൊണ്ട് ഞാനെന്നാൽ പിന്നെ മാർക്കറ്റിലേക്ക് ഒരേ വഴിയാണ്, അതുകൊണ്ട് മാർക്കറ്റിലേക്കും പോകാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ചിറങ്ങി. ഹണിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകാമെന്നുള്ളത്. എന്താ പറയുക, എത്ര നേരം വേണമെങ്കിൽ പുറത്തിങ്ങനെ നടക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ കൂടെ വരും. ഭക്ഷണം ഒന്നും വേണ്ട, അപ്പം പുറത്ത് പോയാൽ മാത്രം മതി. അപ്പോൾ അതേ ഇപ്പോൾ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനതേ ഇവിടെ മാളു ഇനിയിപ്പോൾ പോവും. ഇനിയിപ്പോൾ ഞാനാണ് അതെ അവൾ പോവാണ് സ്കൂളിലേക്ക്. അപ്പോൾ മൈൻഡൊന്നും ഇല്ല കേട്ടോ, കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ജംഗ്ഷനിലേക്ക് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉൾറോട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പോഴാണ് മാള് പോയി എന്ന് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, കാണാനില്ലല്ലോ എന്ന് വേണ്ടി സാധാരണ രീതിയിലൊന്നും വിഷമിക്കും. പക്ഷേ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയതുകൊണ്ട് ഭയങ്കര ത്രില്ലിലാണ്. പക്ഷേ ഇത് കണ്ടോ, പിന്നെ അവിടെ ഇങ്ങനെ നോക്കിയും മണത്തും എല്ലാം ഇതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ത്രില്ലിൽ ഇതേ ഓടി നടക്കണതാണ് കേട്ടോ. ഏറ്റവും സന്തോഷം. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഹണിക്കുട്ടിക്ക് പുറത്ത് കറങ്ങണം, അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾ നമ്മളുടെ മറ്റേ സ്ട്രീറ്റ് ഡോഗുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അത് നമുക്ക് കടിക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കടിക്കാനൊക്കെ വരും. 2-3 ഒരുമിച്ചായിരിക്കും വരുന്നത്. നമുക്ക് ഇത്തിരി പേടിയാവും സംഭവം. ഇവളെ അങ്ങോട്ട് കയറി കടിക്കാൻ വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സാധാരണ രീതിയിൽ ഇത്രയും ദൂരം കൊണ്ടുവരാറില്ല. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവൾക്ക് ചിക്കനും മേടിക്കണം. അങ്ങനെ പറ്റിയ മാർക്കറ്റിലേക്ക് വന്ന് എല്ലാ കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ അത് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇവളെ എടുക്കുകയാണ് ചെയ്യുക, കാരണം കാലിൽ അഴുക്കായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇനിയിപ്പോൾ അവളെ ഞാൻ എടുക്കുകയാണ് ചെയ്യുക. എടുത്ത് ചിക്കനൊക്കെ വാങ്ങിച്ച് പൊക്കി തോളത്തിരുത്തിയിട്ടാണ് പോയിട്ടെല്ലാം വാങ്ങിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചിക്കനൊന്നും വാങ്ങിക്കാനൊന്നും എനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ക്യാമറ പിടിക്കാൻ ആളുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഹണിക്കുട്ടീനെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഹണിക്കുട്ടി എവിടെയാണ് വെച്ചാൽ പോകാൻ റെഡിയായിട്ട് നിൽക്കണതാണ്. ആര് വിളിച്ചാലും പോകും എന്നുള്ള അവസ്ഥയിലാണ് ഹണിയുടെ കാര്യം. പിന്നെ വേറെ പട്ടികൾ വരുമോ എന്നൊരു പേടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കടിക്കാനും വരുമോ, അപ്പോൾ ആ ഒരു ടെൻഷനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വേഗം വീട്ടിലേക്ക് പോവാണ്.